പട്ടാളത്തിൽ ചേരാൻ താല്പര്യം മക്കളോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ ഒന്നിരിക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ള ND എക്സാം എഴുതുക, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള CDS എക്സാം എഴുതാം. ഇത് രണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ആർമിയിലും നേവിയിലും എയർഫോഴ്സിലൊക്കെ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 9 അധികം ദിവസങ്ങളൊന്നുമില്ല. വീഡിയോ ഇടാൻ തന്നെ സമയം വൈകിയിട്ടുണ്ട്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ള നാഷണൽ ഡിഫൻസ് അക്കാഡമി അല്ലെങ്കിൽ നേവൽ അക്കാഡമി എക്സാമിലേക്ക് വരുമ്പോൾ ആർമി ഓഫീസർ ആവാനാണ് താല്പര്യമുണ്ടെങ്കിൽ ഏത് പ്ലസ് ടു കഴിഞ്ഞവർക്കും, സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. നേവിയോ അല്ലെങ്കിൽ എയർഫോഴ്സിലാണ് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ സയൻസ് കഴിഞ്ഞവർക്ക് മാത്രമേ പറ്റുള്ളൂ. CDSന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്. ആർമി ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. പക്ഷേ നേവിയും എയർഫോഴ്സ് ഒക്കെ ആണെങ്കിൽ സയൻസ് പഠിച്ചവർക്ക് സാധ്യമാവുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ എക്സാം പാറ്റേണും സിലബസ് ഒക്കെ ഏകദേശം ഒരേപോലെയാണ്. ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള എഴുത്ത് പരീക്ഷയുണ്ട്. അതിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി, റീസണിംഗ്, ജനറൽ അവയർനെസ്, കറന്റ് അഫയേഴ്സ് ഒക്കെയാണ് ചോദിക്കാം. രണ്ടാമത്തത് 4 ദിവസം നീണ്ടു നിൽക്കുന്ന SSB ഇന്റർവ്യൂ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ജൂൺ 9 ഉള്ളിൽ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യാം. ഇനി ഇപ്പോൾ പ്ലസ് 1 പഠിക്കുന്നവർ, ഡിഗ്രി സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ഒക്കെ ആണെങ്കിൽ ഇതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒക്കെ ഇപ്പോൾ തന്നെ തുടങ്ങാം. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർമിയിലൊക്കെ, ഈവൻ നമ്മുടെ എയർഫോഴ്സിൽ പൈലറ്റ്, ഫ്രീ ആയിട്ട് പൈലറ്റ് ആവാനുള്ള ഓപ്ഷനും കൂടി, എയർഫോഴ്സിൽ പൈലറ്റ് ഓഫീസേഴ്സ്, ഫ്ലൈയിങ് ഓഫീസേഴ്സ് ആയിട്ടാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ ഫ്രീ ആയിട്ട് പൈലറ്റ് ആവാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട്. സോ നെവർ മിസ് ഇറ്റ്. കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്